ഗുഡ് ഈവനിങ്. നമ്മള് കോംപ്രഹൻഷന്റെ സെറ്റിലേക്കാണ് ഇന്ന് പോണത്. കോംപ്രഹൻഷന്റെ സെറ്റിലേക്ക് പോണ സമയത്ത് നമ്മള് കോംപ്രഹൻഷന്റെ ചോദ്യങ്ങള് എന്തിനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കോംപ്രഹൻഷന്റെ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരിക്കലും പാരാഗ്രാഫ്സ് റിപ്പീറ്റ് ചെയ്യാത്തൊരു മൊഡ്യൂളാണ് കോംപ്രഹൻഷൻ എന്ന് പറയുന്നത്. ഈ എക്സാമിന് ചോദിച്ച ഒരു പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ ഒരിക്കലും അടുത്തൊരു എക്സാമിന് ചോദിക്കൂല. കാരണം അത് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു പത്ര കട്ടിങ് എടുത്താൽ പോലും പാരാഗ്രാഫ് ആയി എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു പാരാഗ്രാഫും കോംപ്രഹൻഷന്റെ ചോദ്യത്തിലെ ഒരു ചോദ്യവും ഒരു കാലത്തും റിപ്പീറ്റേഷൻ വരില്ല എന്ന് ഉറപ്പുള്ള സാധനമാണ്. പിന്നെ എന്തിനാണ് കോംപ്രഹൻഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നത്, പഠിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നിൽ വേറെ കുറെ ട്രിക്ക് ഉണ്ട്. അതായത് എങ്ങനെയാണ് ഒരു കോംപ്രഹൻഷൻ ചോദ്യം ചെയ്യേണ്ടത് എന്നുള്ളതിന്, എസ്പെഷ്യലി ഒരു ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾക്ക് എസ്പെഷ്യലി അതൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കില്ല. കാരണം അവർക്കത് മനസ്സിലാക്കാനും വായിച്ചർത്ഥം തിരിയാനും ഉത്തരത്തിലേക്ക് എത്താനും ഒന്നും വലിയ ചൊറയുണ്ടാവില്ല. പെട്ടെന്ന് അവർ ആ പരിപാടി കഴിക്കും. പക്ഷെ ഒരിക്കലും ഒരു ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലാത്ത അല്ലെങ്കിൽ ഇംഗ്ലീഷുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ഒരാളുകളെ സംബന്ധിച്ച് കോംപ്രഹൻഷൻ എന്ന് പറയുന്നത് നമ്മൾ മാത്സ് ചോദ്യം ഉത്തരവും ഒരു സെറ്റിനകത്ത് തന്നെ ഉണ്ട്. പക്ഷെ അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ള വല്ലാത്തൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യണ മനുഷ്യന്മാരായിരിക്കും ആര് കോംപ്രഹൻഷന്റെ ചോദ്യത്തെ വല്ലാതെ പേടിക്കുന്ന ആളുകൾ. അപ്പൊ ആ ചോദ്യത്തെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസിനെ ടാക്കിൾ ചെയ്യാൻ നമ്മളെ കയ്യിൽ എന്തുണ്ട്, ട്രിക്ക് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്ര ട്രിക്ക് ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് പോലും നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ ചില നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ട. ആ ഒരു ക്വസ്റ്റ്യന് 5 മാർക്കും കിട്ടണമെങ്കിൽ 5 ക്വസ്റ്റ്യനും ശരിയാവണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില സാധനങ്ങൾ. അതിൽ ഒന്ന്, കോംപ്രഹൻഷന്റെ ചോദ്യം വരുന്ന സമയത്ത് ഒരു പാരഗ്രാഫ് ഉണ്ടാവും. പാരഗ്രാഫിനെ ആസ്പദമാക്കി 5 ചോദ്യം ഉണ്ടാവും. 5 ചോദ്യത്തിനും ഓപ്ഷൻസ് 4 ഉണ്ടാവും. ചോദ്യം വായിച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് തന്ന പാരഗ്രാഫിന്റെ അർത്ഥം നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അതേപോലെ ചോദിച്ച ചോദ്യങ്ങളുടെ അർത്ഥവും നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ ഒന്ന് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഒരു കോംപ്രഹൻഷന്റെ ചോദ്യം കിട്ടുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ പാരഗ്രാഫിനെ മിനിമം ഒരു 2 വട്ടെങ്കിലും വായിക്കാം. നമ്മൾ പരീക്ഷന്റെ സമയത്താണ് 2 വട്ടം വായിക്കാന്ന് പറയുന്നത്. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 3 വട്ടം 4 വട്ടം ഒക്കെ വായിക്കേണ്ടി വരും. ജസ്റ്റ് 2 വട്ടം വെറുതെ റാൻഡം ആയിട്ട് ആ പാരഗ്രാഫിനെ വായിക്കുക. വെറുതെ എന്തൊക്കെയാ അതിലുള്ളത് എന്നറിയാം. അർത്ഥം മനസ്സിലാക്കിയുള്ള വായനയിലേക്കൊന്നും നമ്മൾ എത്തുന്നില്ല. ജസ്റ്റ് വെറുതെ ഒരു വായന എന്നുള്ള രീതിയിൽ വെറുതെ ആ 2 വട്ടം വായിച്ചതിന് ശേഷം 3ാമത്തെ വട്ടം നമ്മൾ വായിക്കുന്നത് ഒരു കെയർഫുൾ റീഡിങ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വായനയായിരിക്കണം 3ാമത്തെ വായന എന്ന് പറയുന്നത്. ആദ്യത്തെ 2 വട്ടം നിങ്ങൾ വെറുതെ വായിക്കുക, എന്താണ് ആ ഒരു പാരഗ്രാഫ് എന്നുള്ളത് ജസ്റ്റ് ടു ഐഡന്റിഫൈ എന്നുള്ള സാധനത്തിലേക്ക് എത്താൻ വേണ്ടി മാത്രം. 3ാമത്തത് ഒരു കെയർഫുൾ റീഡിംഗ് ആണ്. അതിന്റെ മീനിങ് മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുന്ന സാധനം. അപ്പം എവിടെ നിന്ന് പരിചയമില്ലാത്ത ഏതോ ഒരു പാരഗ്രാഫാണ് വരിക, അപ്പം അതിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ വാക്കുകളുടെ മീനിങ് അറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിക്ഷണറി കൊണ്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റൂല. ഡിക്ഷണറി ആയിട്ട് പോകാനൊന്നും പറ്റൂല. അപ്പം നമുക്ക് അറിയാത്ത വാക്കുകളും ഉണ്ടാവും. പക്ഷെ അതിന്റെ അടുത്തും അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള വാക്കുകളും സെന്റൻസുകളൊക്കെ വായിച്ച് നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ പറ്റുമ്പം നമുക്ക് എന്ത് മനസ്സിലാവും, ഇത് ഉദ്ദേശിച്ചത് ഇതാണെന്നുള്ളൊരു കപ്പൽ കത്താനുണ്ട്. അതൊക്കെ 3ാമത്തെ വായനയിലാണ് കത്തുക. അടുത്തത് നമ്മൾ ചോദ്യം വായിക്കലാണ്. 5 ചോദ്യം വായിക്കുക. ചോദ്യം വായിക്കുമ്പോൾ ചോദ്യത്തിന്റെ കൂടെ ചോദ്യത്തിന്റെ എന്തുകൂടെ വായിക്കാം, ചോദ്യത്തിന്റെ ഓപ്ഷനുകൾ കൂടി വായിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ചോദ്യങ്ങളുടെ ഓപ്ഷൻ കൂടി വായിക്കുന്ന സമയത്ത് ചോദ്യങ്ങളുടെ ഓപ്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ചോദ്യം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ചോദ്യങ്ങൾ ഒറ്റവട്ട വായനയാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് 2 വട്ടം വായിക്കണമെങ്കിൽ യു കൻ റീഡ് ഇറ്റ്. പക്ഷെ പാരഗ്രാഫ് നമ്മൾ എന്തായാലും 3 വട്ടം വായിച്ചിട്ടുണ്ടാവണം. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ച് ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞ കീ ടേം പാരഗ്രാഫിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കലാണ് എന്ത് അടുത്ത ടാസ്ക്. ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചത് ആ കീ ടേം പാരഗ്രാഫിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. അതിന്റെ പരിസര പ്രദേശങ്ങൾ അതിന്റെ ഉത്തരം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഒരു കോംപ്രഹൻഷന്റെ ചോദ്യം ആദ്യമായിട്ട് കിട്ടിയ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം വെറുതെ 2 വട്ടം വായിക്കുക. 3ാമത്തെ വായന അർത്ഥം മനസ്സിലാക്കിയുള്ള വായന ആയിരിക്കണം. ഓക്കെ, അർത്ഥം മനസ്സിലാക്കി വായിക്കണം. എന്താണ് അതിൽ പറഞ്ഞതെന്നുള്ള ഓരോ സെന്റൻസിനെയും മുറിച്ചു വായിക്കണം. അടുത്തത് ചോദ്യങ്ങൾ വായിക്കലാണ്. 5 ചോദ്യങ്ങളും ഉത്തരം കണ്ടുപിടിക്കലല്ല, വെറുതെ വായിക്കുക. ചോദ്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദ്യങ്ങളും അതിന്റെ ഓപ്ഷനുകളും വായിക്കണം. അടുത്ത സ്റ്റേജ് ആണ് ഓരോ ചോദ്യത്തിനും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യല്. ഓരോ ചോദ്യം എടുക്കുന്നു, ആ ചോദ്യം എന്ത് ചോദിച്ചു എന്ന് മനസ്സിലാക്കുന്നു,
എന്നിട്ട് അതിൽ പറഞ്ഞ കീ ടേം പാരഗ്രാഫിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നു. അതിന്റെ ഇടത്തും വലത്തും പരിസര പ്രദേശങ്ങളുമായിട്ട് അതിന്റെ ഉത്തരം ഉണ്ടാവുന്നു. ആ ഉത്തരം ഓപ്ഷനുകളിൽ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു, ഉത്തരം ചൂസ് ചെയ്യുന്നു. ഇതാണ് കോംപ്രഹെൻഷന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ചിലപ്പോൾ 3 വായനയൊന്നും മതിയാവില്ല. ഇപ്പം ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് കോംപ്രഹെൻഷന്റെ ക്വസ്റ്റ്യൻ എടുക്കാൻ പോണം, നിങ്ങൾക്ക് ചിലപ്പോൾ 5 8 6 8 ഒക്കെ വായിക്കേണ്ടി വരും. എന്ത് അർത്ഥം മനസ്സിലാവാനും അതിലെന്താ ഉദ്ദേശം എന്ന് തിരിയാനും ഒക്കെ. പക്ഷെ അതൊരു പ്രാക്ടീസിന്റെ സമയത്തുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. 6 8 7 8 ചിലപ്പോൾ 10 8 വായിക്കേണ്ടി വരും. അപ്പോഴൊക്കെ വായിക്കുമ്പോഴും അടുത്തൊരു സെഷനിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു സെറ്റിംഗിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ 10 വട്ടം വായന ചിലപ്പോൾ 8 വട്ടം വായനയായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. അടുത്തൊരു സെഷനിലേക്ക് നിങ്ങൾ വീണ്ടും അടുത്തൊരു PYQ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് 6 വട്ടം വായിക്കലായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ബൈ പ്രാക്ടീസിലൂടെ നമ്മുടെ സ്പീഡ് കൂട്ടുക, മനസ്സിലാക്കലിന്റെയും വായനയുടെയും സ്പീഡ് കൂട്ടുക. കാരണം 3 മണിക്കൂറിൽ 150 ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി വായിക്കേണ്ട പാരഗ്രാഫാണ്. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്തിട്ട് സ്പീഡ് റീഡിങ്ങും സ്പീഡ് കോംപ്രഹെൻഷനും മനസ്സിലാക്കലും ഒരുപോലെ സ്പീഡാക്കി കൊണ്ടുവന്നാൽ മാത്രമേ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തൂ എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് അതിന്റെ പിന്നിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ട്രിക്സ് എന്ന് പറയുന്ന സാധനം. ഇനി നമ്മളിപ്പോ ഒരു സാമ്പിൾ ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. നമുക്കൊന്ന് പാരഗ്രാഫ് ഉണ്ട്, ആൻസർ ഒക്കെ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പാരഗ്രാഫ് വായിച്ച് ഈ പറഞ്ഞ രീതിയിൽ ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ള സംഭവത്തിലേക്കാണ്. അപ്പൊ ആദ്യം നിങ്ങൾ പാരഗ്രാഫ് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് വെറുതെ ഒന്ന് വായിച്ചു നോക്കുക, എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ജസ്റ്റ് ഒരു മിനിറ്റ് തരാം, ഒന്ന് വായിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുറിച്ച് വായിക്കാം. യു ജസ്റ്റ് റീഡ് ഇറ്റ്. ഓക്കെ, ഇപ്പൊ വായിച്ചു തുടങ്ങിക്കോളി. ഓപ്ഷൻ എ ഒക്കെ പറയുന്നുണ്ട്. വായിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയോ. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം പാരഗ്രാഫ്. ജസ്റ്റ് വെറുതെ ആദ്യ വായന സ്പീഡ് റീഡിംഗ് ആണ്. റാൻഡം ആയിട്ട് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി മാത്രമുള്ള ഒരു വായനയാണ്. There is a question. Whether advertising induces demands for an individual company's product more or less elastic, the evidence indicate that the advertising of brands tends to make their demands relatively inelastic for varying periods of time. The data which support ഒരു മിനിറ്റ്, ഞാനൊരു പോയിന്റ് എടുക്കട്ടെ, അല്ലെങ്കിൽ support this condition are found in the relatively rigid prices of many advertised articles. That brand advertising would have this effect is natural എന്ന് തുടങ്ങി അങ്ങനെ പറഞ്ഞ് നിങ്ങളൊരു ആദ്യത്തെ വായന കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിടണം കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, പാരഗ്രാഫ് ആണ് എന്നുള്ളൊരു സാധനമാണ് ആദ്യം കത്തുന്ന ഒരു സംഭവം ഉണ്ടാവുക. സ്പീഡ് റീഡിങ് നടത്തി കഴിയുമ്പോൾ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള, മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒന്നാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് വെറുതെ അതിനെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ആദ്യ വായന എന്ന് പറയുന്നത്. രണ്ടാമത്തെ വായന എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ മുറിച്ച് വായിക്കുന്ന പരിപാടിയാണ്. ഓക്കെ, നോക്കാം. There is a question whether advertising induces demand for an individual company's product more or less elastic. അതായത് പരസ്യം കൊടുക്കുക എന്നുള്ളത് ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കൂട്ടുകയോ കുറയ്ക്കോ എന്നുള്ളതിന് കൂടുകയോ കുറയോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് ആദ്യത്തെ സെന്റൻസ് പറയുന്നത്. The evidence indicate that the advertising of brands tends to make their demands relatively inelastic for varying periods of time. നിലനിൽക്കുന്ന തെളിവുകൾ കാണിക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിലെ മാർക്കറ്റിംഗിന്റെ എവിഡൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അത് സൂചിപ്പിക്കുന്നത് ഒരു ബ്രാൻഡിനെ പരസ്യം ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ഓരോ കാലത്തിനനുസരിച്ച്, ടൈം പീരീഡിനനുസരിച്ച് വാരി ചെയ്യുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇനിയോ, the data which support this condition are found in the relatively rigid prices of many advertised articles. ഇനി അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ പല റിസർച്ച് ഡാറ്റകളും പുറത്തു വന്നിട്ടുണ്ട്. എന്താ പറയുന്നത്, ഈ പറഞ്ഞ ഒരു മാറ്റാൻ പറ്റാത്ത, ഫ്ലെക്സിബിൾ അല്ലാത്ത, ഹൈ വാല്യൂ ടു ഹൈ പ്രൈസ് ഇട്ട് വിൽക്കണ സാധനങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ അഡ്വർടൈസ്മെന്റ് അവര് പല കാലഘട്ടങ്ങളിൽ പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇത് കൂടാനും സാധ്യതയുണ്ട്, കുറയാനും സാധ്യതയുണ്ടെന്ന് ആർട്ടിക്കിളുകൾ തെളിയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനിയോ, ദ ബ്രാൻഡ് അഡ്വർടൈസിംഗ് വുഡ് ഹാവ് ദിസ് എഫക്ട് ഈസ് നാച്ചുറൽ ഫോർ ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ബ്രാൻഡ് അഡ്വർടൈസിംഗ് ഈസ് ടു ബിൽഡ് കൺസ്യൂമർ പ്രിഫറൻസ്. ഒരു ബ്രാൻഡിനെ അഡ്വർടൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. സാധാരണ ഇതിൽ ബിസിനസ്സിലൊക്കെ നടക്കുന്ന ഒരു കാര്യം. അതിന്റെ ഒരു ഒബ്ജക്റ്റീവ്, അതിന്റെ ഒരു ഗോൾ, ഒരു ബ്രാൻഡ് അഡ്വർടൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു കൺസ്യൂമർ പ്രിഫറൻസ്
പറയാ ബിൽഡ് ചെയ്യാന്നാണ് അർത്ഥം. അതായത് നമ്മളിപ്പം ഷൂസ് ഒക്കെ ഇഷ്ടം പോലെ ഇറങ്ങണ്ടേ, പക്ഷെ നൈക്കിന്റെ ഷൂസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എപ്പോഴും ഒരു എടുപ്പാണ്. അപ്പൊ ഈ പറഞ്ഞ കൺസ്യൂമർ പ്രിഫറൻസ് ഉണ്ടാക്കിയത്, നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ആ ബ്രാൻഡ് ആയിരിക്കും എന്നുള്ള സാധനം ക്രിയേറ്റ് ചെയ്തത് ഇവിടുത്തെ പരസ്യ കമ്പനികളാണ്, ബ്രാൻഡ് അഡ്വർടൈസിങ്ങുകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയോ, സം കൺസ്യൂമർ വിൽ സ്റ്റിക്ക് ബൈ എ ബ്രാൻഡ് ഈവൻ ദോ ഇറ്റ്സ് പ്രൈസ് റിലേഷൻഷിപ്പ് വിത്ത് കോമ്പീറ്റിംഗ് ബ്രാൻഡ്സ് ആർ ഡിസ്റ്റർബ്ഡ്. ഈവൻ ചില കൺസ്യൂമേഴ്സ് എന്താ പറയാ, പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ എന്ത് ചെയ്യും, അത്രയും സെയിം സാധനം, സെയിം ക്വാളിറ്റി ഉള്ള സാധനം ചിലപ്പം കുറഞ്ഞ പ്രൈസിന് വേറെ ഏതെങ്കിലും കമ്പനി ഇറക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ആ ബ്രാൻഡിന്റെ ആണ് എന്നുള്ളതുകൊണ്ട് കൺസ്യൂമേഴ്സ് ചിലപ്പം ആ ബ്രാൻഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ സ്റ്റിക്ക് ഓൺ ചെയ്യലൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ പരസ്യങ്ങളാണ് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. Clearly, the establishment of strong brand preference has led some manufacturers to act as though this preference made the demand for their brands relatively inelastic. ഈ എലാസ്റ്റിക്, ഇൻഎലാസ്റ്റിക് എന്ന് പോലുള്ള ടേമുകളൊക്കെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള തീമുകളാണ് അല്ലെങ്കിൽ ടേമുകളാണ്. കൊമേഴ്സിലെ എക്കണോമിക്സ് പേപ്പർ പഠിച്ചവർക്ക് ചിലപ്പം അത് ഭയങ്കരമായിട്ട് എന്താണെന്നുള്ള ആശയം, അത് എന്താണെന്നുള്ള സാധനങ്ങളൊക്കെ അറിയാൻ മതിയോ. ഞാൻ കൊമേഴ്സ് ആയിരുന്നു, പക്ഷെ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്, പണ്ട് +2 പഠിച്ചാണ്. ഇപ്പൊ അതൊന്നും ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ എലാസ്റ്റിക് എന്നുള്ളതുകൊണ്ട്, എലാസ്റ്റിസിറ്റി എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇൻഎലാസ്റ്റിസിറ്റി എന്നുള്ളതുകൊണ്ട് എന്താണ് എക്കണോമിക്സിൽ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമുക്ക് അതിന്റെ അർത്ഥം ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഈ പാരഗ്രാഫിന്റെ ഉത്തരങ്ങൾ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് അതിലുള്ള അക്ഷരങ്ങളുടെ, വാക്കുകളുടെ അർത്ഥം അറിയില്ലെങ്കിൽ പോലും അതിന്റെ ഇടത്തും വലത്തുള്ള സെന്റൻസുകളുടെ അർത്ഥം ഊഹിച്ച് ആ പാരഗ്രാഫിന്റെ മീനിങ് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കോംപ്രഹൻഷൻ ക്വസ്റ്റ്യന്റെ മറ്റൊരു സാധനം. അതുകൊണ്ട് തന്നെ വാക്കുകളുടെ അർത്ഥം അറിയില്ല എന്നുള്ളൊരു സാധനത്തിൽ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നോക്കാം, നമ്മളെവിടെ നിർത്തിയാ. ക്ലിയർലി ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്ട്രോങ് ബ്രാൻഡ് പ്രിഫറൻസ്, അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബ്രാൻഡ് പ്രിഫറൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ has led some manufacturers to act as though this preference made the demand for their brands relatively inelastic. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ മാനുഫാക്ചേഴ്സിന് അവരുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ്, ഓക്കെ, നല്ല പരസ്യമാണെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതാണെങ്കിൽ അവർ ഡിമാൻഡ് കൂടും, നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിമാൻഡ് കുറയും എന്നുള്ള ലെവലിലേക്ക് എത്തും. ഇനിയോ, rarely have they tested the inelasticity of their brands by raising and holding up their prices when competitors have failed to follow similar procedure. ചില സമയത്ത് ഈ പറഞ്ഞ പോലെ അവരതിന് ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ്സുമായിട്ടൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചിലപ്പോൾ പ്രൈസ് കൂട്ടുകയോ പ്രൈസ് കുറയ്ക്കുകയോ ചെയ്യും. ഡിപ്പെൻസ്, ഓക്കെ, എന്താണ് മാർക്കറ്റിലെ കോമ്പറ്റീഷൻ അതിനനുസരിച്ചിട്ട്. Then yet numerous examples were found in which manufacturers in periods of depression held their prices rigid while prices generally and the price of some competitors were being lowered. പക്ഷേ ചില മാനുഫാക്ചേഴ്സ് അവരൊരു ബ്രാൻഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിലനിൽക്കുന്ന എക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുമ്പോഴും ബാക്കിയുള്ള ബ്രാൻഡുകളൊക്കെ വില കുറയ്ക്കുമ്പോഴും ഇവരുടെ വില കൂടുകയോ കുറയുകയോ ചെയ്യാതെ പഴയ ആ വലിയ വിലയിൽ തന്നെ അവർ കച്ചവടം ചെയ്യാറുണ്ട്. അത് അവർ ബ്രാൻഡ് ആയതുകൊണ്ടാണ്, എത്ര പൈസ ഇട്ടാലും അവർ വാങ്ങിക്കോളും, നാട്ടുകാർ വാങ്ങിക്കോളും എന്നുള്ള ആ ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഒരു ബാക്കിയുള്ളവർ വില കുറയ്ക്കുമ്പോഴും ഇവരുടെ പ്രൈസ് റിജിഡ് ആയിട്ട് തന്നെ മാറ്റമില്ലാതെ നിലനിൽക്കുമെന്നുള്ളതാണ്. In all such instances, ഈ ഉദാഹരണങ്ങളൊക്കെ എടുക്കുമ്പോൾ price competition was found to come into play sooner or later and either demand shifted to sellers with a lower price or a reduction in price was forced. അതായത് ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു സാധനത്തിന്റെ പ്രൈസ് കൂടുക കുറയുക എന്നുള്ളതിന് ഡിമാൻഡുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് എന്നാണ് പാരഗ്രാഫ് പറയുന്നത്. ഏതൊരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതാണ്, ഒരു ഡിമാൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് ആണെങ്കിൽ ഡിമാൻഡ് കൂടും, അതിന് പ്രൈസുമായിട്ട് കണക്ഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനിയോ, the quickness with which price competition comes into play varies in different product field. In the field of proprietary remedies, the highly individualized nature of the branded product and the tendency of consumers to build strong attachment to brands has given these brands an inelastic demand over relatively long period of time. അതുകൊണ്ട് തന്നെ ഈ പ്രൈസ് കോമ്പറ്റീഷൻ എന്നുള്ള സാധനത്തിന് വലിയൊരു ഫാക്ടർ അല്ല. പകരം എന്താണ്, ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആണെങ്കിൽ ഓൾറെഡി കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും, ആ ബ്രാൻഡിന് ഒരു സ്ട്രോങ് അറ്റാച്ച്മെന്റ് കാണിക്കും, അവർ മേടിക്കും. ഈവൻ ഇൻ ദീസ് ഇൻസ്റ്റൻസസ് അവർ പ്രൈസ് കോമ്പറ്റീഷൻ ഹാസ് ഇവൻച്വലി ഡെവലപ്ഡ്. അതുകൊണ്ട് തന്നെ ഈ പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സാധനം പതുക്കെ ഡെവലപ്പ് ചെയ്തു വന്നൊരു സാധനമാണ്. അതായത് ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് നടന്നിട്ടില്ലെങ്കിൽ മാത്രമേ അവിടെ പ്രൈസ് എന്നുള്ള സാധനത്തിന് അവിടെ ഡിമാൻഡ് നിർണ്ണയിക്കുന്നതിൽ ഒരു വിലയുള്ളൂ എന്നുള്ള സാധനമാണ്. ഇതാണ് ഏറെക്കുറെ ഈ ഒരു പാരഗ്രാഫ് ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്.
അങ്ങനെയാണെങ്കിൽ ഇതിലെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കും എന്ന് നോക്കാം. ഓപ്ഷൻ എ, ആരോ എ പറഞ്ഞിരുന്നു, is the right one. The demand inelasticity of articles in terms of non-varying prices is due to. അപ്പം ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്ന സാധനം ഡിമാൻഡ് ഇൻഇലാസ്റ്റിസിറ്റി ഓഫ് ആർട്ടിക്കിൾ. അപ്പൊ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക്കിനെ കുറിച്ച് പാരഗ്രാഫിൽ എവിടെയാണ് പറയുന്നത് എന്നുള്ളതും വാരിയിങ് പ്രൈസസിനെ കുറിച്ച് പാരഗ്രാഫിൽ എവിടെയാണ് പറയുന്നത് എന്നുള്ളതും ഈ രണ്ട് കീ ടേമുകളാണ് ഈ ക്വസ്റ്റ്യന്റെ കീ ടേമുകൾ. അപ്പൊ നമ്മൾ പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ കാണാം റിലേറ്റീവ്ലി ഇൻഎലാസ്റ്റിക് ഫോർ വേരിയിങ് പീരീഡ്സ് ഓഫ് ടൈം എന്ന് കാണാം. അപ്പൊ ഈ പറഞ്ഞ ഡിമാൻഡ് ഇൻഎലാസ്റ്റിക്, ഒരു ആർട്ടിക്കിളിന്റെ, ഒരു സാധനത്തിന്റെ ഡിമാൻഡ് എന്ന് പറയുന്ന സാധനം ഈ പറഞ്ഞ പ്രൈസ് വാരി ചെയ്താലും വാരി ചെയ്തിട്ടില്ലെങ്കിലും അതിനെ എന്താ പറയാ, അതിനെ ബാധിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ബ്രാൻഡഡ് പ്രോഡക്റ്റിന്റെ അഡ്വർടൈസിങ് തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ പരസ്യങ്ങൾ തന്നെയാണ്. സോ ഇൻഡിക്കേറ്റ് ദ അഡ്വർടൈസിങ് ഓഫ് ബ്രാൻഡ് ടെൻസ് ടു മേക്ക് ദെയർ ഡിമാൻഡ്സ് റിലേറ്റീവ്ലി ഇൻഎലാസ്റ്റിക്. സോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. കൺസ്യൂമർ ഇഗ്നോറൻസ് അല്ല ഡിമാൻഡ് തീരുമാനിക്കുന്നത്, പ്രോഡക്ട്സിലെ ഡിഫറൻസസ് അല്ല ഡിമാൻഡ് തീരുമാനിക്കുന്നത്, ടൈം ഫാക്ടർ അല്ല ഡിമാൻഡ് തീരുമാനിക്കുന്നത്. ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ പരസ്യങ്ങളാണ് ഇവിടെ ബ്രാൻഡുകളുടെ ഡിമാൻഡ് തീരുമാനിക്കുന്നത്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ജനറൽ ആസ്പെക്റ്റിലുള്ള ചോദ്യമാണ്. ദ പാസേജ് ഫോക്കസസ് അപ്പോൺ. ഈ പാസേജ് എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് പാസേജ് സംസാരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അതായത് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് ചർച്ച ചെയ്യുന്ന തീം എന്താണ് എന്നുള്ളത് പാരഗ്രാഫ് മൊത്തം വായിച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു മനസ്സിലാവലാണ്. ആദ്യത്തെ ഓരോ ഓപ്ഷൻ വായിച്ചു. ഓക്കെ, ഇമ്പാക്ട് ഓഫ് അഡ്വർടൈസിങ് ഓൺ പ്രോഡക്റ്റ് പ്രൈസിങ്. പ്രോഡക്റ്റിന് വില നിശ്ചയിക്കുന്നതിൽ പരസ്യങ്ങളുടെ പങ്ക് എന്താണ്? അങ്ങനെ പറഞ്ഞിട്ടില്ല. വില കൂടുകയോ കുറയുകയോ ചെയ്യാം, വില നിശ്ചയിക്കുന്നതിനെ കുറിച്ച് പാരഗ്രാഫ് എവിടെയും പറഞ്ഞിട്ടില്ല. പ്രോഡക്റ്റ് പ്രൈസിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പ്രൈസ് ഇൻക്രീസിനെ കുറിച്ചും പ്രൈസ് ലോ ചെയ്യപ്പെടുന്നതിനെ കുറിച്ചും മാത്രമേ പറഞ്ഞുള്ളൂ. പ്രൈസിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എ ഓപ്ഷൻ നമുക്ക് തട്ടാം, ബി അവിടെ നോട്ടെ, സി പറയാം. പ്രൊമോഷൻ ഓഫ് ബ്രാൻഡഡ് പ്രോഡക്ട്സ് ഇൻ ദ സെല്ലേഴ്സ് മാർക്കറ്റ്. അതായത് വിൽപ്പനക്കാരുടെ മാർക്കറ്റ്, അതായത് ഏജന്റുമാരുണ്ടാവല്ലോ, അവരുടെ മാർക്കറ്റിൽ എങ്ങനെയാണ് ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചും പാരഗ്രാഫ് പറയുന്നത്. അപ്പൊ സിയുമല്ല. ഇനി ഡി, പ്രൊപ്രൈറ്ററി റെമഡീസ് ഫോർ ബ്രാൻഡഡ് ആർട്ടിക്കിൾ. ബ്രാൻഡഡ് സാധനങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പ്രൊപ്രൈറ്റർക്ക് എന്തൊക്കെ രീതിയിൽ അതിനെ മാർക്കറ്റ് ചെയ്യാൻ ഉള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ചുമല്ല പാരഗ്രാഫ് പറയുന്നത്. പാരഗ്രാഫ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പ്രൈസ് കോമ്പറ്റീഷനെ കുറിച്ചും ആ പ്രൈസ് കോമ്പറ്റീഷനോടൊപ്പം നിലനിന്നു പോകുന്ന ബ്രാൻഡഡ് പ്രോഡക്റ്റിനെ കുറിച്ചുമാണ് പറയുന്നത്. ഈ രണ്ട് സാധനങ്ങളെ കുറിച്ചാണ്. ഈ രണ്ട് നമ്മൾ മൊത്തം മീനിങ് പറഞ്ഞ സമയത്തും ബ്രാൻഡ് ഉണ്ട്, ബ്രാൻഡ് ഇല്ല, ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തു, ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തില്ല, പ്രൈസ് കൂട്ടി, പ്രൈസ് കുറച്ചൊന്നും മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ പ്രൈസ് കോമ്പറ്റീഷനും ബ്രാൻഡഡ് പ്രോഡക്റ്റുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ പാസേജ് ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യം എന്നർത്ഥം. ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ജസ്റ്റ് ഒരു മനസ്സിലാക്കലിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോണത്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ചോദ്യങ്ങൾ വേറെ ഉണ്ട്, ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം. ഞാനത് എന്താ പറയാ, നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മൊത്തം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെയും കൂടി ഞാൻ ആഡ് ചെയ്യും. അപ്പൊ അതിൻ്റെ അകത്തേക്ക് ഞാൻ മോക്ക് ടെസ്റ്റുകളും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ചോദിക്കാണ്. വാട്ട് വാസ് ദ പോസ്റ്റ് ഡിപ്രഷൻ ഡെവലപ്മെന്റ് ആസ് റിഗാർഡ്സ് പ്രോഡക്റ്റ് പ്രൈസിങ്? പ്രോഡക്റ്റ് പോസ്റ്റ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഡിപ്രഷൻ ഇൻ ദ സെൻസ് സൈക്കോളജിക്കൽ ഡിപ്രഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, എക്കണോമി തകരുന്നതിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ പോസ്റ്റ് ഡിപ്രഷൻ ഡെവലപ്മെന്റ്, അതായത് ഈ പറഞ്ഞ എക്കണോമി തകർന്നതിന് ശേഷം അല്ലെങ്കിൽ വിലയിടവൊക്കെ സംഭവിച്ചതിന് ശേഷം, മാർക്കറ്റ് തകർന്നതിന് ശേഷം ഉണ്ടാവുന്ന ഒരു ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, എപ്പോഴും അങ്ങനെ സ്റ്റാഗ്നേറ്റഡ് ആയിട്ട് നിലനിൽക്കുമല്ലോ, തിരിച്ചു വരും. അപ്പൊ ഈ പോസ്റ്റ് ഡിപ്രഷൻ കാലഘട്ടത്തിലെ ഡെവലപ്മെന്റിന് പ്രോഡക്റ്റ് പ്രൈസിങ്ങുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ദ റിലേഷൻ ഈസ് പ്രൈസ് കോമ്പറ്റീഷൻ എന്നുള്ള സാധനം നോക്കാം നമുക്ക്. അതിൽ പറയുന്ന സാധനത്തിലേക്ക് വരാം. ഇൻ ഓൾ സച്ച് ഇൻസ്റ്റൻസസ് പ്രൈസ് കോമ്പറ്റീഷൻ വാസ് ഫൗണ്ട് ടു കം ഇൻ ടു പ്ലേ സൂണർ ഓർ ലേറ്റർ ആൻഡ് either demand shifted to sellers with lower prices or a reduction in price was forced എന്നുള്ള സെന്റൻസിലാണ് നമ്മുടെ ഉത്തരമുള്ളത്. നോക്കാവേ നമുക്ക്. വാട്ട് വാസ് ദ പോസ്റ്റ് ഡിപ്രഷൻ ഡെവലപ്മെന്റ്? അതായത് എക്കണോമി ഒക്കെ തകർന്നതിന് ശേഷം ഇവിടെ കണ്ടോ, പീരീഡ് ഓഫ് ഡിപ്രഷൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കീ ടേം എവിടെയാന്ന് കണ്ടുപിടിക്കുക, അതിന്റെ ഇടത്തോ വലത്തോ ആയിട്ട് ഉത്തരം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ യെറ്റ് ന്യൂമറസ് എക്സാമ്പിൾസ് were found in which manufacturers in periods of depression, എക്കണോമി തകർന്ന കാലഘട്ടങ്ങളിൽ
വാട്ട് വാസ് ദ റെമഡി, അല്ലെങ്കിൽ വാട്ട് ഈസ് റിഗാർഡിങ് പ്രോഡക്റ്റ് പ്രൈസിങ്ങുമായിട്ട് എന്താ ബന്ധം എന്നാ ചോദിക്കുന്നത്. ഒന്ന്, ഇൻക്രീസ്ഡ് മാർക്കറ്റ് ഫോർ ബ്രാൻഡഡ് പ്രോഡക്റ്റ്. ബ്രാൻഡഡ് പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ച് ചെയ്യണമെന്ന് പാരഗ്രാഫ് എവിടെയും പറഞ്ഞിട്ടില്ല. ഇനിയോ, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ടു കൺസ്യൂമേഴ്സ്. ഡിമാൻഡ് എന്ന് പറയുന്ന സാധനം കൺസ്യൂമറിന്റെ പ്രിഫറൻസ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചും ആര് പറയുന്നില്ല. ഈ ഡിപ്രഷനെ കുറിച്ച് പറഞ്ഞെടുത്ത് എവിടെയും പറയുന്നില്ല. ഓക്കെ, ഇനിയോ, സ്റ്റെബിലൈസേഷൻ ഓഫ് പ്രൈസസ്. പ്രൈസിനെ സ്റ്റെബിലൈസ് ചെയ്ത് കൂട്ടലും ഇല്ല കുറയ്ക്കലും ഇല്ല, സ്റ്റാഗ്നേറ്റഡ് ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്ത് നിലനിർത്തുക എന്നുള്ളതിനെ കുറിച്ചും പറയുന്നില്ല. പകരം എന്താ പറയുന്നത്, പ്രോഡക്റ്റ് പ്രൈസിങ് എന്നുള്ളത് നിർണ്ണയിക്കുന്നത് പ്രൈസ് കോമ്പറ്റീഷൻ ആണ്. അതായത് എക്കണോമി തകർന്നതിന് ശേഷം പിന്നെ എക്കണോമിയെ പിടിച്ചു നിർത്തിയതൊക്കെ വില കുറച്ച് വിൽക്കുന്ന കമ്പനികളിലേക്ക് ആളുകൾ വാങ്ങാൻ പോയിട്ട് അവിടെ മാർക്കറ്റ് കൂടുകയും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് പ്രൈസ് കൂട്ടിയാലും കുറഞ്ഞാലും ഒക്കെ മനുഷ്യന്മാർ വാങ്ങുകയും ചെയ്യുന്ന പ്രൈസ് കോമ്പറ്റീഷൻ, വില എത്ര ഉണ്ട് എന്നുള്ളതിന്റെ സാധനത്തിലേക്ക് വന്നു. അതിലൂടെ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ ഡിപ്രസ്ഡ് സാധനം അല്ലെങ്കിൽ തകർന്ന എക്കോണമിയെ തിരിച്ച് പുനരുദ്ധാരണം ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. Moving to the next, why do some manufacturers make their brands of product demand inelastic? It is because of എന്തുകൊണ്ടാണ് മാനുഫാക്ചേഴ്സ് അവരുടെ ബ്രാൻഡുകളുടെ ഡിമാൻഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആയിട്ട് നിലനിർത്തുന്നത്? എന്ത് കാരണം കൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. കണ്ടോ, ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊപ്രൈറ്ററി റെമഡീസ്, the highly individualized nature of the branded product and the tendency of consumers to build strong attachment to brands has given these brands an inelastic demand over relatively long period of time. ഡിമാൻഡ് ഇന്നെലാസ്റ്റിക് ആയിട്ട് നിലനിർത്തുന്നത് കൺസ്യൂമേഴ്സിന് ആ ബ്രാൻഡിനോട്ടുള്ള സ്ട്രോങ് അറ്റാച്ച്മെന്റ് ആണ്. ഒരിക്കലും എന്തല്ല, കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിന്റെ പ്രൈസ് ലൈൻ അല്ല, പ്രൈസ് ലൈൻ ഹോൾഡ് ചെയ്ത് നിലനിർത്തുന്നതല്ല, മാർക്കറ്റ് ട്രെൻഡുമല്ല. പകരം എന്താണ്, കൺസ്യൂമർ അല്ലെങ്കിൽ ഉപഭോക്താവ് എന്തിന് പ്രിഫറൻസ് കൊടുക്കുന്നു, ആ പ്രിഫറൻസ് ആണ് ആ ബ്രാൻഡിനെ നിലനിർത്തുന്നത്. ഓക്കെ, ഞാൻ ഷൂ മേടിക്കുമ്പോൾ ഞാൻ ഇന്ന ഷൂവേ മേടിക്കുന്നുള്ളൂ എന്നൊരു ഉപഭോക്താവ് പറഞ്ഞാൽ വേറെ എന്ത് ഷൂ അയാളുടെ മുമ്പ് കൊണ്ടുവച്ചാലും അയാൾ മേടിക്കൂല. അയാൾ ആ ബ്രാൻഡഡ് ഷൂ മാത്രമേ, അത് ആ ബ്രാൻഡിന്റെ പേരാണ്, അത് ആ ബ്രാൻഡിൽ നിലനിർത്തുന്ന സാധനമാണ്. അപ്പൊ ഈ ബ്രാൻഡിന്റെ ഡിമാൻഡ് നിലനിർത്തുക എന്ന് പറയുന്ന സാധനം എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൺസ്യൂമർ പ്രിഫറൻസിനെയാണെന്നാണ് പാരഗ്രാഫ് പറയുന്നത്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. ഇനി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രോങ് കൺസ്യൂമർ അറ്റാച്ച്മെന്റ് ഫോർ ബ്രാൻഡഡ് പ്രോഡക്റ്റ് ഇവൻച്വലി ലെഡ് ടു. ഇനി ഒരു സ്ട്രോങ് കൺസ്യൂമർ അറ്റാച്ച്മെന്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിലേക്കാണ് അത് നയിക്കുക എന്നുള്ളതിലാണ് ചോദിക്കുന്നത്. എന്തിലേക്ക് എത്തിക്കും ഇവാഞ്ച്വലി, അത് എന്തിലേക്കാണ് എത്തിക്കാൻ പോണത് എന്നുള്ളതാണ്. നോ ഡൗട്ട് ബ്രാൻഡഡ് പ്രോഡക്ട്സ് ഫോളിങ് ഇൻ ലൈൻ എന്ന് പറയുന്ന സാധനം. അതായത് ഒരു സ്ട്രോങ് കൺസ്യൂമർ അറ്റാച്ച്മെന്റ് ആ ബ്രാൻഡിനോട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബ്രാൻഡഡ് പ്രോഡക്ട്സ് എന്ത് ചെയ്യും, ബ്രാൻഡഡ് പ്രോഡക്ട്സ് എന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡഡ് പ്രോഡക്ട്സ് മുമ്പിൽ ഇങ്ങനെ ലൈൻ നിൽക്കുന്ന പോലെയാണ്. അവരൊരു അവരൊരു എസ്റ്റാബ്ലിഷ്ഡ് സാധനമായിട്ട് മാറും എന്നുള്ള സംഭവമാണ് എന്ത്, the right answer. Option A will be the right answer. ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിന്റെ പ്രത്യേകത എന്ന് പറയുന്ന സംഭവം നമ്മൾ ഭയങ്കരമായിട്ട് അർത്ഥം മനസ്സിലാക്കി വായിക്കേണ്ടി വരും. നല്ല രീതിയിൽ ചോദ്യത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടി വരും. തപ്പി പിടിച്ചിട്ട് അതിന്റെ ഉത്തരം എവിടെയാണെന്നുള്ള ഓരോ കീ ടേം ഫൈൻഡ് ചെയ്യേണ്ടി വരും. എല്ലാ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ വായിക്കാവൂ. ചില പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പം ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലൊക്കെ തരാറുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ കീ ടേം ഫൈൻഡ് ചെയ്ത് അതിന്റെ ഇടവും വലവും നോക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, so thank you. Good night.